ഈ ഓണത്തിന് റിലീസ് ചെയ്ത ലാലേട്ടൻ സത്യനന്ദിക്കാട് ടീമിൻ്റെ ഹൃദയപൂർവ്വം, ആദ്യം തന്നെ പറയാം, നല്ലൊരു ഫാമിലി ഫീൽ ഗുഡ് മൂവിയാണ്. കുറച്ച് സ്ലോ പേസിലാണ് സിനിമ കഥ പറഞ്ഞു പോവുക. അതുകൊണ്ട് തന്നെ കുറച്ച് ലാഗ് ഫീൽ ചെയ്യും. എനിക്ക് തോന്നിയ സിനിമ അതിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ ഏതാണ്ട് 2 മണിക്കൂർ 31 മിനിറ്റ് സിനിമ ഉണ്ട്. അത്രയും ആവശ്യമില്ലാത്ത കുറച്ച് സീനുകളൊക്കെ കട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു 2 മണിക്കൂർ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഇത്രയൊക്കെ ഉള്ള ഒരു രീതിയിലായിരുന്നുവെങ്കിൽ ഒന്നുകൂടെ സിനിമ നമുക്ക് സ്പീഡായി തോന്നിയേനെ എന്ന് മാത്രമാണ് ഒരു പോരായ്മയായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ബാക്കി എല്ലാ തരത്തിലും സത്യനന്ദിക്കാടിൻ്റെ ലെവലിലുള്ള ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു നല്ല മൂവി. നമ്മൾ പലപ്പോഴും സിനിമകൾക്ക് നമ്മൾ പ്രതീക്ഷിക്കില്ലേ വലിയ കയറ്റിറക്കങ്ങൾ, അതായത് പതുക്കെ തുടങ്ങി പെട്ടെന്ന് ട്വിസ്റ്റുകൾ ഉണ്ടായി. ഇപ്പോൾ ഒക്കെ അങ്ങനെയാണ് നമ്മൾ പറയുന്നത്, ട്വിസ്റ്റുകൾ ഭയങ്കര ഗംഭീര ട്വിസ്റ്റാണെന്ന് പറയും. ഇതിനകത്ത് അങ്ങനെ ഗംഭീരമായ ട്വിസ്റ്റുകളൊന്നും പ്രതീക്ഷിക്കേണ്ട. ട്വിസ്റ്റുകളൊന്നുമില്ലാത്ത ഒരു ജീവിതം, 2 കുടുംബങ്ങൾ തമ്മിലുള്ള ജീവിതം, അല്ലെങ്കിൽ നമ്മുടെ ലാലേട്ടൻ്റെ കഥാപാത്രം ഹൃദയം മാറ്റിവെക്കുന്നു. ആ മാറ്റിവെച്ച അത് കൊടുത്തിട്ടുള്ള ആളുടെ കുടുംബവുമായി ഇദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു ബന്ധം, അങ്ങനെ ഒരു കുടുംബത്തിലേക്ക് ഇദ്ദേഹം കയറി വരുന്നതാണ്. ഇങ്ങനെയാണ് കയറി വരുന്നത്. ഈ രീതിയിലുള്ള ഒരു പ്രമേയമാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. മാത്രമല്ല ഇതിനകത്ത് ഹൃദയബന്ധങ്ങൾക്ക് തന്നെയാണ് സാധ്യത കൂടുതൽ കൽപ്പിച്ചിട്ടുള്ളത്. അതായത് കുടുംബ ബന്ധങ്ങളെക്കാൾ ഹൃദയബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു നല്ല സിനിമ. ഈ ഓണക്കാലത്ത് കുടുംബമൊത്ത് പോയി ആസ്വദിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ്, ഒരു നന്മയുള്ള സിനിമ. ചോര ചിന്തുന്നില്ല, എന്താ പറയുക, മോശം ഡയലോഗുകളില്ല, അല്ലെങ്കിൽ മയക്കുമരുന്നിനെയോ വെള്ളടിയെക്കുറിച്ചൊന്നും പരാമർശിക്കുന്നില്ല. അത്തരത്തിലൊന്നും തന്നെ എന്താ പറയുക വഴി തെറ്റിക്കാത്ത അല്ലെങ്കിൽ ഒരു നന്മയുള്ള കുഞ്ഞു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ഹൃദയപൂർവ്വം ശരിക്കും പേര് പോലെ തന്നെയാണ്. ഹൃദയപൂർവ്വം സത്യനന്ദിക്കാടും ലാലേട്ടനും സമർപ്പിച്ചിരിക്കുകയാണ് മലയാളികൾക്ക്. നല്ലൊരു സിനിമ.